എല്ലാം വിധി പോലെ നടക്കട്ടെ എന്ന് കരുതരുത്. നിങ്ങളുടെ ജീവിതത്തിൽ വെറും 10% മാത്രമാണ് വിധി. ബാക്കി 90%വും നിങ്ങളുടെ പ്രതികരണത്തെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് നമ്മുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടി നമ്മുടെ സ്നേഹം, കരുതൽ, കണ്ണുനീർ, വിലപ്പെട്ട സമയം എന്നിവ നീക്കിവെക്കുന്നു എന്നുള്ളതാണ്. ഭൂതകാലത്തിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ തിരുത്താൻ ജീവിതം നമ്മെ അനുവദിക്കുന്നില്ല. എന്നാൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തേക്കാൾ മികച്ച രീതിയിൽ ഓരോ ദിവസവും ജീവിക്കാൻ നമ്മെ അനുവദിക്കുന്നു. എപ്പോഴും അനുകൂലമായ കാര്യങ്ങൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ നടന്നാൽ ജീവിതം സുഗമമാകില്ല. പ്രതികൂല സാഹചര്യത്തിലൂടെയും സഞ്ചരിക്കണം. എങ്കിൽ മാത്രമേ യഥാർത്ഥ ജീവിതം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാനാകൂ. ഒരു തെറ്റ് നമ്മുടെ മേൽ ആരോപിക്കപ്പെട്ടാൽ നമ്മൾ തെറ്റുകാരൻ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാതെ നമ്മളെ തള്ളിപ്പറയുന്ന ആളുകളെ വേണം ആദ്യം ഒഴിവാക്കാൻ. യഥാർത്ഥത്തിൽ അവരാണ് നമ്മുടെ ശത്രു. വിശ്വാസം തന്നെയാണ് ബന്ധങ്ങളുടെ ആത്മാവ്. അത് നഷ്ടപ്പെടുത്തിയാൽ പിന്നെ എത്ര അടുപ്പം കാണിച്ചാലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു അകലം ബാക്കിയുണ്ടാവും. തെറ്റാണെന്ന് മനസ്സിലായിട്ടും ന്യായീകരിക്കുന്ന വ്യക്തിയോട് തർക്കിക്കാൻ നിൽക്കരുത്. കാരണം മനസ്സിൽ ഞാൻ എന്ന ഭാവം ഉള്ളിടത്തോളം കാലം ആ വ്യക്തിക്ക് യാഥാർത്ഥ്യബോധം ഉണ്ടാവില്ല. ബുദ്ധിമാന്മാർ പ്രതികരിക്കാൻ അറിയാത്തതുകൊണ്ടല്ല പിന്മാറുന്നത്. വിഡ്ഢികളോട് പ്രതികരിക്കാൻ നിന്നാൽ ഒന്നുകിൽ അവരെ പോലെയാകണം, അല്ലെങ്കിൽ അവരുടെ നിലയിലേക്ക് താഴേണ്ടി വരും. ഇത് രണ്ടും കഴിയാത്തതുകൊണ്ട് മാത്രമാണ് അവർ പിന്മാറുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വിജയം ആഘോഷിക്കാം, പക്ഷേ പരാജയം പഠിപ്പിച്ച പാഠങ്ങൾ എന്നും മനസ്സിലുണ്ടാവണം. പുറകോട്ട് നോക്കി സങ്കടപ്പെടരുത്. കാരണം നമുക്ക് സഞ്ചരിക്കാനുള്ളത് മുന്നോട്ടാണ്. വിട്ടുനിൽക്കുക. സമയം കളയുന്ന കാര്യങ്ങളിൽ നിന്നും, ആരോഗ്യം നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും, സമാധാനം ഇല്ലാതാക്കുന്ന ബന്ധങ്ങളിൽ നിന്നും. നമ്മുടെ മനസ്സ് വളരെ ശക്തിയുള്ളതാണ്. അതിൽ നല്ല ചിന്തകൾ നിറച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ചില ആളുകൾ നിങ്ങളോട് വിശ്വസ്തരല്ല. അവർ നിങ്ങളുടെ ആവശ്യങ്ങളോട് മാത്രം വിശ്വസ്തരാണ്. അവരുടെ ആവശ്യങ്ങൾ മാറുമ്പോൾ അവരുടെ വിശ്വസ്തതയും മാറുന്നു. അമിതമായി പറഞ്ഞുപോയ ഒരു വാക്കിന് ഒരു ക്ഷമാപണം കൊണ്ട് ചിലപ്പോൾ തിരുത്താനാകും. പക്ഷേ അത് കേട്ടയാളുടെ മനസ്സിൻ്റെ മുറിവുണക്കാൻ പ്രാപ്തമാകണമെന്നില്ല. അതുകൊണ്ട് പറയുന്നതിന് മുൻപ് നന്നായി ആലോചിച്ച് മാത്രം പറയുക. കുടുംബങ്ങളിലായാലും സുഹൃത്ത് ബന്ധങ്ങളിലായാലും എവിടെ ഒത്തൊരുമയുണ്ടോ അവിടെ തീർച്ചയായും വിജയവും ഉണ്ടാകും. ആളുകൾ നിങ്ങളുടെ ഭൂതകാലം ചികഞ്ഞ് മോശമായ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വിജയത്തിൻ്റെ പാതയിൽ ആണെന്ന് മനസ്സിലാക്കാം. വെറും താൽക്കാലികമായ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും സ്ഥിരമായ ഒരു തീരുമാനം എടുക്കരുത്. ആരോടും അമിതമായ സ്നേഹമോ കരുണയോ വാത്സല്യമോ കാണിക്കരുത്. കാരണം സൗജന്യമായി ലഭിക്കുന്നതെന്തും വില കുറച്ച് കാണുന്നത് മനുഷ്യൻ്റെ പ്രവണതയാണ്. നിങ്ങൾ ഒരിക്കലും പണത്തിനായി മാത്രം ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലും മൂല്യങ്ങളിലും ശ്രദ്ധ നൽകുക. ആളുകൾ പണത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുമ്പോൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നു. എല്ലായ്പ്പോഴും വ്യക്തിത്വം ഉള്ളവർ ആയിരിക്കുക. ലാളിത്യം സ്വീകരിക്കുക. സ്വാർത്ഥത കുറയ്ക്കുക. ആഗ്രഹങ്ങൾക്ക് പരിധി നിശ്ചയിക്കുക. നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. ആവശ്യമുള്ളവർക്കല്ല, അർഹിക്കുന്നവർക്ക് നമ്മുടെ സമയം നൽകുക. അതാവുമ്പോൾ നമുക്ക് നഷ്ടബോധമുണ്ടാവില്ല. ഒരാളുടെ സൗന്ദര്യമുള്ള മുഖവും ശരീരവും കണ്ട് മാത്രം ആകർഷിക്കപ്പെടുന്ന ആളുകൾ എന്നേക്കുമായി അവരുടെ കൂടെ നിലനിൽക്കില്ല. ആവശ്യങ്ങൾക്കപ്പുറം വെറും കറിവേപ്പിലയായി മാറും. എന്നാൽ നമ്മുടെ ഹൃദയം എത്ര മനോഹരം ആയതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ നമ്മളെ ഒരിക്കലും തനിച്ചാക്കി പോകില്ല.